ഒരുവിധം തുടച്ചു തുറന്നുകൊണ്ട് ഒരലർച്ചയായിരുന്നു സഞ്ജു. അയ്യോ ചൂടാവല്ലേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ആമി അവന്റെ കൈക്ക് പിടിച്ചു. ഇന്ന് വിനീതിന്റെ ബർത്ത്ഡേയാ, ഒരു സർപ്രൈസ് പാർട്ടി ഒരുക്കിയതാ. അതിനെന്തിനാ എന്റെ മേലോട്ട് കേറിയെന്ന എന്റെ ചോദ്യം. നീ ഇത് കാണുന്നില്ലേ? അവന്റെ കോലം കണ്ട് ചിരി വന്നിട്ട് ഇപ്പൊ ചിരിച്ച അവൻ തന്നെ താൻ ഇവിടെ ഒരു കുഴിവെട്ടി മൂടുമെന്ന് പേടിച്ച് ആമി അനങ്ങാതെ നിന്നു. ഈ രേവതിയാ വിനീത് വരുന്നുണ്ടെന്ന് പറഞ്ഞത്. അവന്റെ മുഖത്തേക്ക് സ്പ്രേ ചെയ്യാൻ നോക്കിയതാ ഞാൻ. പക്ഷേ സത്യമായിട്ടും വിനീത് വരുന്നത് കണ്ടതാ. അതുമല്ല, ബെല്ലടിക്കാത്തോട് സാറ് വരുമെന്ന് കരുതിയില്ല. രേവതി ഇടയ്ക്കായി. ഞാൻ പാതി വഴിക്കാ ഓർത്തത്. ഗിറ്റാറിന്റെ ബാഗ് എടുക്കാൻ പറഞ്ഞു പോയിട്ട് അതെടുക്കാൻ പോയതാ. വിനീതും കൂടെ പറഞ്ഞു. ആമി രേവതി നോക്കി നാക്ക് കടിച്ചു. ഞാൻ എന്ത് ചെയ്തു എന്ന് രേവതിയാണ്. അവന്റെ കുട്ടികൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു. എല്ലാവരും മുഖം പാടിയിരുന്നു. അവരുടെ നല്ല നിമിഷം താൻ കാരണം നശിച്ചല്ലോ നോക്കി അവന് സങ്കടം തോന്നി. ഐ എം സോറി, നെറ്റിച്ച് ഉറഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു. അയ്യോ സാറെന്തിനാ സോറി പറയുന്നത്? എന്തൊക്കെ പറഞ്ഞു, ഈ ജീവിതത്തിൽ ഒരിക്കൽ ഈ ഒരു സംഭവം ഞങ്ങൾ മറക്കാൻ പോകുന്നില്ല. അത്രയ്ക്ക് കോമഡി ആയിപ്പോയി. പറ്റിയാമല്ല. വീണ്ടും ഓർത്തു. വിഷ്ണു പരിസരം മറന്ന് ചിരിച്ചുപോയി. അവന്റെ ചിരി കണ്ടപ്പോ മറ്റുള്ളവർ, അതിനൊപ്പം തന്നെ സഞ്ജു വിഷ്ണുവിനെ ഒന്ന് പൂർപ്പിച്ച് നോക്കിക്കൊണ്ട് തന്നെ അവൻ വിനീതിന്റെ തോളിൽ കൈയിട്ടു. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ വിനീത്. താങ്ക് യു സാർ. അവന്റെ മുഖം പ്രസന്നമായി. എന്നാ പിന്നെ നമ്മൾ കേക്ക് മുറിച്ചാലേ? സാറും വായോ? അയ്യോ ഞാനില്ല, നിങ്ങൾ തുടങ്ങിക്കോ. ഞാൻ പോയി ഈ ഡ്രസ് ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. അതൊക്കെ പിന്നെ, ആദ്യം നമുക്ക് ഈ കേക്ക് ഒന്ന് കിട്ടേ. എടി അഭിരാമി, സാറിന് വിളിച്ചിട്ടോ? അഖിലും വിഷ്ണു വിനീതിനെ വിളിച്ചോണ്ട് പോകും. ആമി സഞ്ജുവിനെ ഒന്ന് നോക്കി. സാറും കൂടെ വാ, നല്ല ചോക്ലേറ്റ് കേക്കാ. ആമി അവനെ കൊതിപ്പിച്ച്. സഞ്ജു എന്നിട്ടും അനങ്ങെങ്കിലത് കണ്ടത് മറ്റുള്ള കുട്ടികൾ സഞ്ജുവിനെ പിടിച്ചോണ്ട് പോയി. കുട്ടികൾ അത്രയും സ്വാതന്ത്ര്യം അവനെടുത്ത് ആദ്യമായിട്ടാണ് എടുക്കുന്നത് പോലും. അങ്ങനെ കൂട്ടുകാർക്ക് സഞ്ജയ് സാറിന് ഇടയിൽ നിന്നു. വിനീത് തന്റെ 21ാം പിറന്നാളിന്റെ കേക്ക് മുറിച്ച് ആഘോഷിച്ചു. ഒരു പീസ് സാറിന് ആദ്യം കൊടുത്തു, തിരിച്ചും വാങ്ങി മറ്റുള്ളവർക്കും കൂടി കൊടുക്കുന്നതിനിടയിൽ സഞ്ജയ് അവന്റെ കുട്ടികൾ ക്ലാസ് റൂമിൽ തന്നെ വെച്ചിട്ട് പുറത്തേക്ക് പോകുന്നത് ആമി കണ്ടു. ഓ, ഇപ്പോഴാ ഒന്ന് ആശ്വാസമായത്. ഞാൻ കരുതി സാറ് സീനാക്കുമെന്ന്. രേവതി നെറ്റിയിലെ വിയർപ്പ് തൊത്തു. ഒറ്റൊന്ന് തന്നാലുണ്ടല്ലോ, നീ ഒരാളെ പണി പെട്ടിച്ച് കാശ് കൊടുത്ത് ഓരോ സാധനങ്ങൾ വാങ്ങിട്ട് അതൊന്നും കാര്യത്തിൽ ഉപകാരപ്പെട്ടില്ല. അത് വിട്ട് നോക്ക്, വിനീത ഹാപ്പിയ. അതുപോലെ നമുക്ക് മുഖത്തും കഴുത്തിനെ പറ്റിയൊക്കെ വടിച്ചു നിൽക്കുന്നവനെ നോക്കി ആമി ചിരിച്ചു. അവനൊക്കെ സന്തോഷത്തിലാണ്. ഞാനേ ഒന്ന് സാറിന്റെ അടുത്തേക്ക് പോയിട്ട് വരും. ആമി അതും പറഞ്ഞു വേഗത്തിലാക്കി. മിക്കവാറും വാഷ്റൂമിന്റെ ഏരിയയിലുണ്ടാവും. ഡ്രസ്സ് ക്ലീൻ ചെയ്യാൻ പോകുന്നു നേരത്തെ പറഞ്ഞതല്ലേ? ആമി പറഞ്ഞതുപോലെ സഞ്ജു അവിടെ തന്നെ ഉണ്ടായിരുന്നു. പൈപ്പിനും മുഖവും ഷർട്ടും ഒക്കെ വെള്ളം എടുത്ത് കഴുകുകയാണ്. ആമി നടന്നു വന്നു അവന്റെ അരികിലെ നിന്ന് സഞ്ജു തല തിരിച്ച് നോക്കിയിട്ട് വീണ്ടും കഴുകാൻ പറഞ്ഞു. സത്യമായിട്ട് അറിഞ്ഞോണ്ടല്ലോ സാർ വരുമെന്ന് ഞാൻ കരുതിയില്ല. നഖം ചൊല്ലി അതിലേക്ക് നോക്കി ആമി പറച്ചില്ല. അത് കേട്ടെന്നല്ല അവൻ ഒരു മറുപടിയും പറഞ്ഞില്ല. സാറിന് അറിയോ, വിനീതിന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടൊക്കെ വളരെ മോശമാണ്. അമ്മയില്ല, അച്ഛനാണെങ്കിൽ മുഴുകൂടിയാണ്. ഇങ്ങനൊരു മോനുണ്ടെന്നുള്ള വിചാരം പോലും അയാൾക്കില്ല. പാപം എപ്പോഴും പറയും അവന് ആരുമില്ലെന്ന്, ഞാൻ ബർത്ത്ഡേ ആഘോഷിക്കാൻ സർപ്രൈസ് തരാനും ആരുമില്ലെന്നൊക്കെ. അതാ ഞങ്ങൾക്ക് ചേർന്ന് ഇങ്ങനെ സെറ്റ് ചെയ്തത്. എല്ലാം വിഷ്ണുവിന്റെ പ്ലാനാണ് കേട്ടോ. ആമി നിർത്താതെ പറഞ്ഞു. ആയിക്കോട്ടെ, ഞാനേ അവന്റെ സാറാണ്. അവന്റെ ബാക്ക്ഗ്രൗണ്ട് നിന്നേക്കാൾ നന്നായിട്ട് എനിക്കറിയാം. ഓ, ആമി ചുണ്ടുപോയി അവനെ നോക്കി നിന്നു. സഞ്ജു പോക്കറ്റിൽ നിന്ന് കർച്ചീഫ് എടുത്ത് മുഖം തുറക്കുമായിരുന്നു. സാറിന്റെ കഴുത്തിൽ നിന്ന് ഇനിയും പോകാനുണ്ട്. കഴുകിയിട്ട് വെള്ളം ചെല്ലാത്തിടക്കത്ത് പാത കിടക്കുന്നത് കണ്ടു. ആമി അത് പറഞ്ഞു. എവിടെ? അവൻ കൈകൾ അവിടെ ഒന്ന് പരത്തിയിട്ട് ഇങ്ങതാ എന്നും പറഞ്ഞു. ആമി അവന്റെ കർച്ചീഫ് വാങ്ങി പെരുവിരലിൽ കുത്തി നിന്നു അവന്റെ കഴുത്ത് തുടച്ചു കൊടുക്കും. സഞ്ജുവിന്റെ ശ്വാസം തന്നെ അവളുടെ കയ്യിൽ നിന്ന് കർച്ചീഫ് തട്ടിപ്പറഞ്ഞു. ഞാൻ ചെയ്തു എന്ന് പറയാൻ അവസരം ഉണ്ടായിട്ടു. അവനതിന് കഴിഞ്ഞില്ല. മുകളിലേക്ക് കണ്ണു പറിച്ചു. അവൻ അങ്ങനെ തന്നെ നിന്ന് കൊടുത്തു കളഞ്ഞു. ഇടയ്ക്കെപ്പോഴും പൊക്കമൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി കാലുകുത്തി ഉയർന്നു നിന്നു വേച്ച് വീഴാൻ പോയത് സഞ്ജു അവളുടെ ഇടുപ്പി കൈവച്ച് താങ്ങി. അവന്റെ പരുക്കന്റെ അവിടെ അമർത്തി പൊള്ളിപ്പിടഞ്ഞതുപോലെ ആമി നേരെ നിന്നു. അത്ര വെറുതെ
പരസ്പരം കണ്ണുകൾ ഇടഞ്ഞിട്ടു. അവൻ പൊടുന്നൊക്കെ അവളിലെ പിടിവിട്ടു. കർച്ചീഫ് തട്ടിപ്പറിച്ചു. എന്തിനാ? ആമിയുടെ മിഴികൾ പിടഞ്ഞുപോയി. മുഖം കുനിഞ്ഞുപോയി. എന്ത് വായ തുറന്ന് നിൽക്കുവാ നീ? ക്ലാസ്സിലോട്ട് നടക്ക്. ആമിയുടെ തോളി പിടിച്ച് സഞ്ജു മുന്നോട്ട് തള്ളിയത്. ചുണ്ടിലൊളിപ്പിച്ച് ചിരിയുമായി അവൾ അങ്ങോട്ട് നടന്നു. വിനീതേ, പോവല്ലേ? ഒന്ന് നിന്നേ. വൈകുന്നേരം കോളേജ് വിട്ടു ബൈക്കിനടുത്ത് നിൽക്കുകയായിരുന്നു വിനീത്. അപ്പോഴാണ് രേവതിയുടെ വരവ്. ആ, നീയോ? എന്താടി? ബാക്കിയുള്ളവരെവിടെ? ഹബിയൊക്കെ സാറിന്റെ കൊണ്ടുപോയി. രേഷ്മയില്ലേ, അവിടെ എന്നെ കഥ നിൽക്കുന്നുണ്ട്. പിന്നെന്താ നീ പോവാതെ ഇങ്ങോട്ടേക്ക് വന്നത്? അവൻ ചോദിച്ചു. അത് കേട്ടത് രേവതി അവളുടെ ബാഗിന്റെ ഫ്രണ്ടിലേക്കിട്ട് സിബ് തുറന്നു. വിനീത് അവൾ എന്താ ചെയ്യുന്നതെന്ന് നോക്കി. അവള് ബാഗിലിട്ട് ചെറിയൊരു ഗിഫ്റ്റ് ബോക്സ് എടുത്ത് വിനീതിന് നേരെ നീട്ടി. എന്താടി ഇത്? അവനത് വാങ്ങി തിരിച്ചു മറിച്ചു നോക്കി. ബർത്ത്ഡേ ഗിഫ്റ്റ്. അതിന് നിങ്ങൾ എനിക്ക് ഒരു തവണ ഗിഫ്റ്റ് തന്നതല്ലേ? രാവിലെ ക്ലാസ്സിലെ ഫ്രണ്ട്സ് എല്ലാവരും ചേർന്ന് ഒരു ഫോട്ടോ ഫ്രെയിം, ഷർട്ട്, വാച്ച് എല്ലാം തന്നതിന്റെ ഓർമ്മയിൽ അവൻ പറഞ്ഞു. അത് ഞങ്ങൾ എല്ലാരും കൂടി വാങ്ങിയത്. ഇതെന്റെ വക. നീ ഇതൊന്ന് തുറന്നു നോക്ക്. രേവതിയുടെ മുഖം തുടുത്തുപോയി. വിനീത് ആ പേപ്പർ കയറി അതിലെന്താന്ന് നോക്കാൻ തുടങ്ങി. ബോക്സ് തുറന്നു. 2 കാഡ്ബറി ചോക്ലേറ്റ്, ഒരു മിനി ഫ്രെയിമും കൂടി ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഓണം സെലിബ്രേഷൻ എടുത്ത ഫോട്ടോ ആയിരുന്നു. വിനീതിന്റെ തോളി കൈകുത്തി നിൽക്കുന്ന രേവതി തലയിൽ കെട്ടൊക്കെ കെട്ടി കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് നല്ല സ്റ്റൈലിൽ എടുത്തൊരു ഫോട്ടോ. അയ്യോ, എന്റെ രേവൂസ് ഇത് പൊളിച്ചല്ലോ. അവനത് കയ്യിലെടുത്ത് ആഹ്ലാദം പ്രകടിപ്പിച്ചു. ഇഷ്ടമായോ? പിന്നെ ആവാണ്ടോ? താങ്ക്സ് ഡേ. പറയില്ല. വിനീത് അവളെ മുന്നോട്ടേക്ക് ഒന്ന് കെട്ടിപ്പിടിച്ചു തോളി മുഖം അമർത്തി. അവളതൊട്ടും പ്രതീക്ഷിച്ചില്ല. ഉള്ളിൽ നുരന്തു പൊങ്ങിയ പ്രണയം. അവനെ തിരിച്ചു പുണരാൻ പോയത് വിനീത് പിന്നോട്ടേക്ക് മാറിപ്പോയിരുന്നു. എന്നിട്ട് ബർത്ത്ഡേ ഞാൻ ഒരിക്കലും മറക്കില്ല മോളെ. ഇത് ഞാൻ സൂക്ഷിച്ചേക്കും. അവനത് ഭദ്രമായി അവന്റെ ബാഗിലെടുത്തു വെച്ചു. രേവതി പുഞ്ചിരിയോടെ അവൻ നോക്കി. ഞാനെന്നാ പോയിക്കോട്ടെടി. നിന്നെ ഹോസ്റ്റലിലാക്കി തരണം. ബൈക്കിലേക്ക് കയറുന്നു വിനീത് ചോദിച്ചു. അവനൊപ്പം കയറണോ ചേർന്നിരുന്ന് പോകണമെന്ന് മനസ്സ് കൊതിച്ചെങ്കിൽ അവള് വേണ്ടതുമുണ്ട്. ലീനയെ രശ്മിയുണ്ട്. ഞാൻ അവരുടെ കൂടെ പോകണം. എന്നാ ശരി. വിനീത് ബൈക്കുമായി പോയത് വെട്ടിയിട്ട് മുടി മാടി ഒതുക്കി അവളൊരു ചിരിയോടെ കൂട്ടുകാരുടെ അടുത്തേക്ക് നീങ്ങി. രാത്രി മുറിയിലിരുന്ന് പഠിക്കുകയാണ്. എന്നത്തേനും സഞ്ജുവിന്റെ ക്ലാസ് 7 മണി മുതൽ കൃത്യം 10 മണി വരെ ആക്കിയിട്ടുണ്ട്. കാരണം 8:30 ഡിന്നർ കഴിക്കുന്നതല്ലേ. കുറച്ചു സമയം അവിടെ പോകുന്നതുകൊണ്ട് ക്ലാസ്സിന്റെ ദൈർഘ്യം ഒന്ന് കൂട്ടിയിട്ടുണ്ട്. പഠിപ്പിച്ചു കൊടുത്ത ടോപ്പിക്ക് ആമിക്ക് ചെയ്യാൻ 2 പ്രോബ്ലം ഇട്ട് കൊടുത്തിട്ടാണ് സഞ്ജു അടുക്കളയിലേക്ക് പോയത്. ആമി അവളെ കൊണ്ടാവും വിധം കണക്ക് ചെയ്ത് ടാലിയാക്കാൻ നോക്കുന്നതിനിടയിൽ പെറുപിറുക്കുന്നുണ്ട്. ഇടയ്ക്ക് സഞ്ജു അടിച്ചിട്ട് പോയി. മോതിര പെരുമ്പി എനിക്ക് തലോടുന്നുണ്ട്. ഒന്നുമില്ലെങ്കിൽ ഞാനൊരു പെൺകുട്ടിയല്ലേ. സാറിനേക്കാൾ എത്രമാത്രം ഇളയിട്ടാ ഞാൻ. എന്നിട്ട് ഇങ്ങനെ വേദനിപ്പിച്ചോണ്ടിരിക്കുക ദുഷ്ട. ആമി പരിഭവത്തോടെ പറയുന്നുണ്ട്. പിന്നെ അടുക്കളയിലേക്കൊന്ന് എത്തി നോക്കുകയും ചെയ്തു. പുറംതിരിഞ്ഞു നിൽക്കുന്ന സഞ്ജുവിനെ കാണും. ആരുടെ കോളി സംസാരിക്കാൻ കുക്കറിൽ എന്തോ വേവിച്ചിരിക്കുന്നുണ്ട്. ആരായെന്നൊന്നും അറിയാനും പറ്റുന്നില്ല. അങ്ങോട്ട് ചെന്ന് നോക്കാനും വയ്യ. കണ്ണ് കുത്തി പൊട്ടിക്കില്ലേ വാദ്യാര്. ആമി നേരെ കാൽക്കുലേറ്ററിൽ കുത്താൻ തുടങ്ങി. അഭിരാമി ഇങ്ങോട്ടേക്ക് വന്നേ. 2 നിമിഷം പോയി. കിച്ചണിൽ നിന്ന് സഞ്ജുവിന്റെ വിളി വന്നു. ബുക്കും പേനെ അടച്ചു വെച്ച് ആമി ഓടിച്ചെന്ന് വാതിൽ ചാരി നിന്നു. ദേ അമ്മ സംസാരിക്ക. അവൻ കണ്ണ് കാണിച്ചു. ആമി നോക്കുമ്പോ സിനിയമ്മ വീഡിയോ കോളി വന്നിരിക്കുകയായിരുന്നു. സിനിയമ്മയായിരുന്നോ? ഞാൻ അറിഞ്ഞില്ല. ഈ സാറഞ്ഞത് പറഞ്ഞില്ല. സവാള അരിയുന്ന സഞ്ജുവിനെ കൂർപ്പിച്ചു നോക്കി. ആമി ഫോണ് കൈക്കലാക്കി. അത് ശരി. നിനക്ക് ഈ സാറുകളിൽ നിർത്താറായില്ല അബി. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതാണെന്ന് ബോധമില്ലേ? സിനിയമ്മ പകുതി കാര്യത്തോട് ചോദിക്കുന്ന കേട്ടാൽ ആമി സഞ്ജുവിനെ ഒന്ന് പാള് നോക്കി. പക്ഷേ ആളവിടെ സവാള വിട്ട് നിർക്കിയ. എനിക്ക് ആ ബോധമൊക്കെ ഉണ്ട്. ഈ സാറിനാ ഇല്ലാത്തത്. സിനിമക്കറിയോ, ഈ സാറ് പഠിപ്പിക്കാനെന്ന പേരില്ലേ എന്നെ എന്നും അടിക്കാൻ വരും. ദേ ഇത് കണ്ടോ എന്റെ പേരിൽ കാണിച്ചു വെച്ചിരിക്കുന്നത്. ആമി പറഞ്ഞത് കേട്ട് സഞ്ജു അവളുടെ വിരലിലേക്ക് നോക്കി. മോതില വിരലിന്റെ ഒരു ഭാഗത്ത് തോടി പോയി. ചോറ് പൊടിഞ്ഞിട്ടുണ്ട്. ഇച്ചിരി വീർത്തു ഇരിക്കുന്നുണ്ട്. അവന്റെ കണ്ണൊന്ന് കൂർത്തു. അയ്യോ എന്റെ സഞ്ജു, എന്താണ് നീ കൊച്ചിന്റെ കൈ കാണിച്ചു വെച്ചിരിക്കുന്നത്? ദേ അവളെ നോവിച്ചോടുള്ള നിന്റെ പഠിപ്പിക്കലൊന്നും വേണ്ടട്ടോ. അമ്മയൊന്നും മിണ്ടാതിരുന്നേ. ചുമ്മാ കാര്യം അറിയാതെ. ഞാൻ ഇവളെ തല്ലിയിട്ടൊന്നുമില്ല. അതെങ്ങനെ? വടിയൊന്ന് വീശാൻ തുടങ്ങും മുന്നേ തുടങ്ങും കാറിക്കൂവാൻ. ഇന്ന് എന്തോരം തവണ ഒരു പ്രോബ്ലം പറഞ്ഞു കൊടുത്തെന്നറിയോ?
എന്നിട്ട് വീണ്ടും വീണ്ടും തെറ്റിക്കുന്ന കണ്ടു ഒന്ന് കൊടുക്കാൻ പോയി. അപ്പൊ തല്ലിലേന്നും പറഞ്ഞ് കുതിറിയതാ. അന്നേരം വിരൽ പോയിട്ട് ടേബിളിടിച്ചു. അങ്ങനെ പറ്റിയതല്ലേടി. കാര്യം ഉള്ളതുപോലെ പറഞ്ഞു കഴിഞ്ഞു. ആമയൊന്ന് കുളിപ്പിച്ച് നോക്കാനും അവൻ മറന്നില്ല. അവളാണെങ്കിൽ കൊച്ചു കുട്ടികളെ പോലെ മുഖം വീർപ്പിച്ചിരിക്കുക. എന്നാലും തെറ്റ് സാറിന്റെ ഭാഗത്ത് തന്നെയാ. എന്തിനാ എന്നെ അടിക്കാൻ വന്നത്? അതുകൊണ്ടല്ലേ ഞാൻ കുതിറിയത്. അമ്പടി കേട്ടാമേ അവള് പറയുന്നത്. സഞ്ജു അമ്മയെ നോക്കി. സിനിയമ്മ താടിക്ക് കൈ വെച്ച് ചിരിയെടുത്ത് നോക്കുന്നുണ്ട് രണ്ടുപേര്. മതി മതി, വടി കാണിച്ച് പേടിപ്പിച്ച് അവളെ പഠിപ്പിക്കണ്ടേ സഞ്ജു. സ്നേഹത്തോട് അടുത്തിരുത്തി പറഞ്ഞു കൊടുക്കണം. ഒന്നല്ലേടാ അവള്, കുഞ്ഞോ ഇവളോ എന്ന ഭാവത്തോട് സഞ്ജു. ആമിക്കാണെങ്കിൽ നന്നായിട്ട് ബോധിക്കുകയും ചെയ്തു. ശരി മക്കളെ, അമ്മ വെക്കുവന്ന്. നേരത്തെ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഉറക്കം വരുന്നുണ്ട്. നീ എപ്പോഴേ ശനിയാഴ്ച എന്നെ മോളെയും കൂട്ടി വന്നേക്കണം, മറക്കരുത്. എങ്ങോട്ടാ സിനിയമ്മേ? അതൊക്കെ അവൻ പറഞ്ഞുതരും. രണ്ടാളും വേഗം പോയി ഭക്ഷണമൊക്കെ കഴിച്ചു. അമ്മ നാളെ വിളിക്കും. സിനിയമ്മ കോള് കട്ടാക്കി പോയത്. ആമ ഫോൺ സ്ലാബിൽ വെച്ച് കൈ കെട്ടി നിൽക്കും. വീണ്ടും പിണങ്ങി നിൽക്കുകയാണ്. അവനെ കാണിക്കാനുള്ള തന്ത്രപ്പാടാണ്. ഞായറാഴ്ച അമ്മയുടെ തറവാട്ട് വക അമ്പലത്തിൽ ഉത്സവമാണ്. നിന്നെ കൂടി ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ശനിയാഴ്ച പോയി തിങ്കളാഴ്ച വരാം. അവളായിട്ടൊന്നും ചോദിക്കില്ലെന്ന് കേട്ട് സഞ്ജു അങ്ങോട്ട് പറഞ്ഞു. ഒന്ന് മൂളിക്കൊണ്ട് മുറിയിലേക്ക് പോകാൻ ഒരുങ്ങിയ അമ്മ സഞ്ജു കയ്യെ പിടിച്ച് വലിച്ച് സ്ലാബിലേക്ക് ചേർത്ത് നിർത്തി. നീ എന്താ ഈ മുഖവും വീർപ്പിച്ചിറക്കണ? കയ്യിലെ പിടി വിടാതെ തന്നെ അവളിലേക്ക് ചാനുണ്ടായിരുന്നു സഞ്ജുവിന്റെ ചോദ്യം. വയറിലെന്തോ ഉരുണ്ട് കയറിയിരിക്കൂലെ. ആമി അവനെ പിടിച്ചുകൊണ്ട് നോക്കി. എന്നെ വേദനിപ്പിച്ചിട്ടല്ലേ? എങ്കിലും പരാതി പറഞ്ഞു. ആര് വേദനിപ്പിച്ചു? ഞാനോ? ആമയ്ക്ക് തിരിച്ചെന്തെങ്കിലും പറയാനോ മൂളാനോ പറ്റുന്നുണ്ടായിരുന്നില്ല. തന്റെ അടുത്ത് നിന്ന് ഒരു ഇഞ്ച് പോലും പുറകോട്ട് മാറിയിട്ടില്ല ഇപ്പോഴും. ഞാൻ പോട്ടെ, പ്രോബ്ലം ചെയ്ത് തീർന്നിട്ടില്ല, അവള് പറഞ്ഞു നോക്കി. സഞ്ജു പേര് അവളുടെ പൊട്ടിയ വിരല് പിടിച്ചു നോക്കി. വേദനയുണ്ടോ? അവിടെ മെല്ലെ ഊത്തിക്കൊണ്ടൊക്കെ ചോദിച്ചു. നീറ്റലുണ്ട്. അവന്റെ നിശ്വാസത്തിൽ കുറിർന്ന പോലെ കണ്ണടച്ച് നിന്നവള് പറഞ്ഞു. എന്തിനാ കുതിരാൻ പോയത്? അതല്ല ഇങ്ങനെയായിട്ട്. ആ ടേബിളിന്റെ വലുപ്പത്തിൽ ഒരു മഞ്ഞ പാക്കറ്റ് ഓയിൽമെന്റ് അതിങ്ങോട്ട് എടുത്തോട്ട് സഞ്ജു വിരലിന് പിടി വിട്ടു. ആമി റൂമിച്ച് അവൻ പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞ സാധനം കണ്ടുപിടിച്ച് തിരിച്ചു വന്നു. ആമി സ്ലാബിൽ കയറി അവൻ ചെയ്യുന്നേ നോക്കി. മൂടി തുറന്നു ചൂണ്ടുകളിൽ കുറച്ച് മരം നിർത്തി ആമിയുടെ മുറിവ് തേച്ചു കൊടുത്തു. അയ്യോ, ഇത് നീറുന്നു സാറേ. ആമി എരിവ് വലിച്ചു വിട്ടി കൈ വലിക്കാൻ നോക്കിയില്ല. അവൻ വിട്ടില്ല. മെല്ലെ ഊതിയോടി ആ നീറ്റിലും മാറ്റാൻ നോക്കി. നല്ല മരുന്ന്, പെട്ടെന്ന് മാറിക്കോളൂ. അപ്പൊ ഈ മരുന്നിന്റെ ധൈര്യത്തിലാണല്ലേ എനിക്കിങ്ങനെ മുറിവുകൾ വാങ്ങിച്ചു തരുന്നത്? അവനെ കുസൃതിയോട് നോക്കി. പോയ പെണ്ണെ, കഴുത്തിരിച്ചിട്ട് നാക്കം വെച്ച് ഇറങ്ങിയിരിക്കുകയാണ് സഞ്ജു അവളുടെ തലക്കിട്ട് കൊട്ടി. ഇനി വടിയെടുക്കൂ? ആമി നോക്കി കെഞ്ചി. എടുക്കും. വേണ്ട, വടിയെടുക്കാണ്ട് ഞാൻ പഠിച്ചോളാം. എന്തൊക്കെ പറഞ്ഞു, ഞാൻ സാറിന്റെ ഭാര്യയല്ലേ, വടി കാണിച്ച് പേടിപ്പിക്കാവോ? അയ്യടാ, ഞാനൊന്ന് ആലോചിക്കട്ടെ. തൽക്കാലം എന്റെ ഭാര്യ പോയി പഠിക്കാൻ നോക്കട്ടോ. ഭക്ഷണം ആവുമ്പോഴേ ഈ ഭർത്താവ് ഒന്ന് വിളിച്ചോളാം. ഭാര്യ അപ്പം ഇങ്ങോട്ട് വന്നാ മതി. ശല്യ അവള് കുടുങ്ങി കുടുങ്ങി പറഞ്ഞതുപോലെ അനുകരിച്ച് അവനും പറഞ്ഞു. ആമി വാപ്പത്തി ചിരിച്ചു പുറത്തേക്ക് ഓടി. അവളുടെ പോക്ക് നോക്കി നിന്ന് സഞ്ജു തല കുടഞ്ഞു ചിരിച്ചു. കുരുത്തം കെട്ട പെണ്ണ്. തുടരും.